പ്രിയപ്പെട്ട അമൃത പ്രേക്ഷകർക്ക് ന്യായവിധിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടെലിവിഷൻ്റെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. സാധാരണക്കാർക്ക് അറിയേണ്ട നിയമങ്ങൾ ലളിതമായി പറഞ്ഞു തരുന്ന ഒരു പങ്ക്തിയാണ് ന്യായവിധി. ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ചെക്ക് കേസുകളെക്കുറിച്ചാണ്. ഒരു ചെക്ക് കേസ് എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ കോടതിയിലെ നടപടിക്രമങ്ങളെല്ലാം എങ്ങനെയാണ്, അതിൻ്റെ അവസാന ഘട്ടം വരെ ഏത് രീതിയിൽ ഇതെത്തിച്ചേരുന്നു. പലർക്കും ചെക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് കേസ് നടത്തിയിട്ടുണ്ട്, ചെക്ക് കേസിൽ പ്രതിയായിരുന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ചെക്ക് കേസ് നടത്തുന്നവരും കേട്ടറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ മുഴുവനായും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളെന്ന് അറിയാത്തവർ പലർക്കും അറിയില്ല. അറിയാവുന്നവരുണ്ടാവാം. എങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ചിട്ടാണ് ചെക്ക് കേസുകൾ കോടതിയിൽ സ്വീകരിക്കുന്നത്. സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. അപ്പോൾ ഒരു ചെക്ക് കേസാവുന്നത് എങ്ങനെ? ഏതെങ്കിലും കാര്യത്തിന് ഒരു ചെക്ക്, നമ്മളുടെ ഒരു ചെക്ക് നമ്മൾ ഒപ്പിട്ട് മറ്റുള്ള ആർക്കെങ്കിലും കൊടുത്താൽ അതിൻ്റെ അർത്ഥം നമ്മൾ അയാൾക്ക് ഈ ചെക്ക് വഴി പണം കൊടുക്കാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ്. അതിനർത്ഥം അയാളിൽ നിന്ന് ഈ പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ തുകയ്ക്ക് തുല്യമായ ദ്രവ്യങ്ങളോ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ചെക്ക് ഒപ്പിട്ട് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒപ്പിട്ടൊരു ചെക്ക് കൊടുത്താൽ ഈ ചെക്കിൽ വയ്ക്കുന്ന തീയതി, ഈ തീയതിക്ക് ശേഷം 90 ദിവസമാണ് ഈ ചെക്ക് ബാങ്കിൽ സ്വീകരിക്കുവാനുള്ള സമയം. 90 ദിവസം കഴിഞ്ഞാൽ ബാങ്ക് ഇത് സ്വീകരിക്കില്ല. 90 ദിവസമാണ് ചെക്കിൻ്റെ കാലാവധി. ഡേറ്റ് ഇട്ട് നൽകുന്ന ചെക്കിൻ്റെ. ഡേറ്റ് ഇടാതെ നൽകുന്ന ചെക്കിൽ ചിലപ്പോൾ കയ്യിലുള്ള ആൾ മറ്റാരെങ്കിലും കൊണ്ട് അയാൾക്ക് സൗകര്യമുള്ള ഡേറ്റ് ഇടിയിക്കാം. അപ്പോൾ അന്ന് മുതൽ 90 ദിവസം. ഏതായാലും 90 ദിവസത്തിനുള്ളിൽ ചെക്ക് ബാങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. മറ്റേ വ്യക്തിയുടെ അക്കൗണ്ടിൽ പണമില്ല എന്ന് കാണിച്ച് ചെക്ക് മടങ്ങി വന്നാൽ വേണമെങ്കിൽ വീണ്ടും പ്രസൻറ്റ് ചെയ്യാം. ഈ 90 ദിവസ കാലാവധിക്കുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ബാങ്കിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്യാം. ചെക്ക് പാസ്സായി വന്നാൽ ആ ചെക്കിൻ്റെ കാര്യം അതോടെ തീർന്നു. അതേസമയം പാസ്സാവാതെ വന്നാൽ അവിടെയാണ് ഈ ചെക്ക് കേസ് തുടങ്ങുന്നത്. ചെക്ക് മടങ്ങി തിരിച്ചു വന്നു, അക്കൗണ്ടിൽ പണമില്ല, അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഏതായാലും നമ്മൾക്ക് ചെക്ക് തന്ന ആളുടെ നിന്നും ചെക്ക് പ്രസൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് പണം കിട്ടിയിട്ടില്ല. ചെക്ക് മടങ്ങി വന്നാൽ 30 ദിവസത്തിനുള്ളിൽ ഈ തുക തരണമെന്ന് ആവശ്യപ്പെട്ട് വക്കീൽ മുഖാന്തരം ചെക്ക് മടങ്ങി കിട്ടിയ ആൾ ഒരു നോട്ടീസ് അയക്കണം. താങ്കൾ തന്ന ചെക്ക്, ഇത്ര തുകയുടെ ചെക്ക് മടങ്ങി, ഇത്ര ദിവസത്തിനുള്ളിൽ, 15 ദിവസത്തിനുള്ളിൽ താങ്കൾ ഈ തുക മടക്കി തരണം, അല്ലാത്ത പക്ഷം ഞാൻ കോടതിയെ സമീപിക്കും. ഇത്രയും മതി. അങ്ങനെ നോട്ടീസ് അയച്ചു. രജിസ്റ്റേർഡ് നോട്ടീസ്. ഇപ്പോൾ രജിസ്റ്റേർഡ് മാറി ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ സ്പീഡ് പോസ്റ്റ് അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് പൈസ കൂടിയിട്ടുണ്ട്. സ്പീഡ് പോസ്റ്റിൽ നോട്ടീസ് അയച്ചു, അതിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ഉണ്ട്, അത് നമുക്ക് തിരികെ കിട്ടി. അപ്പോൾ അദ്ദേഹം നോട്ടീസ് കൈപ്പറ്റി. നോട്ടീസ് കൈപ്പറ്റിയാൽ അന്ന് മുതൽ 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പണം ഒരു DD ആയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ നമുക്ക് തിരിച്ച് തന്നാൽ ആ കേസ് തീർന്നു. അപ്പോഴും ചെക്ക് കേസിന് പിന്നുണ്ടാവില്ല. കാരണം ആ ഡിമാൻഡ് നോട്ടീസ് അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹം ആ പണം തിരികെ തന്നാൽ മതി, കേസ് തീർന്നു. പക്ഷേ അദ്ദേഹം പണം തിരികെ തന്നില്ല. ചിലപ്പോൾ മറുപടി അയക്കും, ഞാൻ തരാനില്ല എന്ന് പറഞ്ഞ്, ചിലപ്പോൾ അയക്കില്ല. അയച്ചാലും അയച്ചില്ലെങ്കിലും 15 ദിവസം, അതായത് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയക്കുന്നു, പിന്നെ 15 ദിവസത്തിനുള്ളിൽ പണം തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പോസ്റ്റ് അവിടെ കിട്ടിയതിന് ശേഷമുള്ള 15 ദിവസത്തിനുള്ളിൽ അയാൾ പണം തിരികെ തരുന്നില്ല. അപ്പോൾ നമുക്ക് ചെക്ക് കേസ് കൊടുക്കാനുള്ള ഒരു കാരണം തുടങ്ങി. ഈ 45 ദിവസം അല്ലെങ്കിൽ ഈ നോട്ടീസ് അയച്ച് 15 ദിവസത്തിന് ശേഷം മുതൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പണം തന്നില്ല എന്ന് കാണിച്ച് കോടതിയിൽ ഹർജി കൊടുക്കാം. മജിസ്ട്രേറ്റ് കോടതികളിലാണ് അങ്ങനെ ഹർജി കൊടുക്കുക. എറണാകുളം പോലുള്ള സ്ഥലത്താണെങ്കിൽ പ്രത്യേക നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് തന്നെ വെച്ചിട്ടുള്ള കോടതികളുണ്ട്. പക്ഷേ നല്ല കാലതാമസമുണ്ട്. എല്ലാ കോടതികളിലെയും കേസായതുകൊണ്ട്, ഒരുപാട് കേസുള്ളത് കൊണ്ടും ഈ പ്രത്യേക കോടതികളുടെ പോലും പ്രവർത്തനം കുറച്ച് താമസമുണ്ട്. അതിന് മാത്രം കേസ്, അതായത് ഒരാൾക്ക് പരിഗണിക്കാൻ പറ്റാത്തത്തോളം കേസ് അവിടെ കെട്ടിക്കിടപ്പുണ്ട്. അതിൻ്റെ കോടതി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ചെക്ക് പ്രസൻറ്റ് ചെയ്ത, അതായത് നമ്മൾക്കാണല്ലോ പണം ലഭിക്കാനുള്ളത്, ചെക്ക് പ്രസൻറ്റ് ചെയ്ത ബാങ്ക് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ ആ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് കോടതി, അവിടെയാണ് ഈ ചെക്ക് കേസ് കൊടുക്കേണ്ടത്. മറ്റു കോടതികളിൽ നിലവിലെ നിയമപ്രകാരം ഈ കേസ് പരിഗണിക്കത്തക്കതല്ല. ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയാം. കോടതി കേസ് പരിഗണിച്ചാൽ
ആദ്യം തന്നെ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കണം. മുൻപ് അങ്ങനെയല്ലായിരുന്നു. കേസ് പരിഗണിച്ചാൽ സമൻസ് ആണ് അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നിയമപ്രകാരം ആദ്യം നോട്ടീസ് അയച്ച് അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ നോട്ടീസ് കിട്ടി അദ്ദേഹം വരികയോ ഹാജരാകുകയോ ഹാജരാകാതിരിക്കുകയോ എന്താണെങ്കിലും നോട്ടീസ് ലഭിച്ച ഒരു ഡേറ്റ് വയ്ക്കും കോടതി. ആ ഡേറ്റിന് കോടതി ഈ ചെക്ക് കേസായിട്ട് ഫയൽ സ്വീകരിക്കും. അതിനുശേഷം ഈ ആൾക്ക് സമൻസ് അയക്കും. ഈ സമൻസ് കൈപ്പറ്റി ആ ഡേറ്റിന് അദ്ദേഹം ഹാജരായില്ലെങ്കിൽ അത് വാറണ്ടാക്കും. ഹാജരായി ജാമ്യം എടുത്താൽ കേസ് നടക്കും. കേസ് മുന്നോട്ട് പോകും. ഈ ചെക്ക് എങ്ങനെ നിങ്ങളുടെ ചെക്ക് അയാളുടെ അടുത്ത് എത്തി? ഇതാണ് പ്രിസംഷൻ. കോടതി വിചാരിക്കേണ്ടത്. അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇയാൾ പണം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇയാളുടെ ചെക്ക് എങ്ങനെ അവിടെ ചെന്നു? അപ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ സെക്യൂരിറ്റി കൊടുത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തെളിയിക്കൂ. ആദ്യം തന്നെ ഇത് മോഷ്ടിച്ച ചെക്കാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ കാശ് കൊടുക്കാനില്ല, പക്ഷേ ഇയാളുടെ കയ്യിൽ അകപ്പെട്ടു പോയതാണെങ്കിൽ ഈ ചെക്കിൻ്റെ ആദ്യത്തെ നോട്ടീസ് ഉണ്ടല്ലോ, ആ നോട്ടീസ് വരുമ്പോൾ തന്നെ ഈ കാരണം കാണിച്ചുകൊണ്ട് മറുപടി അയക്കണം. അങ്ങനെ മറുപടി ഇല്ലാത്തടത്തോളം കാലം, അഥവാ മറുപടി ഉണ്ടെങ്കിൽ പോലും ഈ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കേണ്ട ചുമതല മറുപടി അയച്ച ആൾക്കുണ്ട്. അല്ലെങ്കിൽ കോടതി ചിന്തിക്കുന്നത് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിലെ മേശക്കകത്തിരിക്കുന്ന ചെക്ക് എങ്ങനെ അയാളുടെ അടുത്ത് ചെന്നു? പണം കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ബാക്കി തെളിവുകളും കൂടി അനുകൂലമാണെങ്കിൽ ഒരു പക്ഷേ പണം കൊടുക്കാൻ തന്നെ പറഞ്ഞ് കോടതി ഉത്തരവിട്ടേക്കാം. മറിച്ചാണെങ്കിൽ, അതായത് റിബട്ടൽ സ്റ്റാർട്ട്സ് എന്ന് പറയും. അതായത് നമ്മളൊരു റിപ്ലൈ നോട്ടീസ് അയച്ചു, അതിൽ പറയുന്നുണ്ട് നീ എൻ്റെ ഓഫീസിൽ ഇരുന്നപ്പോൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ചെക്കിൽ കള്ള ഒപ്പിട്ടിട്ട് ഹാജരാക്കിയത് ഇതെൻ്റെ ഒപ്പല്ല. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ എഴുതണം. അല്ലെങ്കിൽ ഞാൻ ഒപ്പിട്ട് വെച്ച ചെക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയി, ഞാൻ പണം തരാനില്ല. അങ്ങനെ ഒരു തെളിവ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ചെക്ക് എങ്ങനെ ലഭിച്ചു, അതിൽ പണം എങ്ങനെ ട്രാൻസാക്ട് ചെയ്തു എന്ന് തെളിയിക്കേണ്ട ചുമതല കേസ് കൊടുത്ത ആൾക്കായിരിക്കും. അല്ലാത്ത പക്ഷം കോടതി വിശ്വസിക്കുന്നത് ചെക്ക് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പണം കൊടുക്കാനുള്ളത് തന്നെയായിരിക്കും. ഇതാണ് ചെക്ക് കേസിൻ്റെ നടപടിക്രമങ്ങൾ. ഞാൻ ഈ പറഞ്ഞ തീയതികളും കാലതാമസവും നോട്ടീസും ഇതെല്ലാം കൂടി കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ സംശയങ്ങൾ ഒഴിവാക്കി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അനാവശ്യമായ കേസുകളിലേക്ക് പോകാതെ തന്നെ പരിഹരിക്കപ്പെടാം. പലപ്പോഴും കേസുകൾ നീണ്ടുപോകുന്നത് കോടതികളെ കുറ്റം പറയുക, പക്ഷെ കോടതികളുടെ കുഴപ്പമല്ലത്. പലപ്പോഴും കേസുകൾ നീണ്ടുപോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷികളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അത് എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഈ നിയമങ്ങൾ എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കുക. ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. പഠിക്കാതെ ചെയ്യുമ്പോൾ അത് പഠിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെയാണ് കേസുകളുടെ കാര്യം. എന്താണ് സംഭവിക്കുന്നത് കോടതിയിൽ എന്ന് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് നടക്കണം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പക്ഷേ ഒന്നും അറിയാതെ, കഥ അറിയാതെ ആട്ടം കാണാൻ കോടതി പോയി നിൽക്കുന്നത് കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് കോടതിയിൽ കാലതാമസം എന്ന പരാതി ഉണ്ടാകുന്നത്. അത് കോടതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയാൽ ഈ കാലതാമസം വരുന്നത് കോടതികളുടെ കുറ്റമല്ല, മറിച്ച് ഇത് കൊടുക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട കക്ഷികളുടെയും കൂടി ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാവും. ഏതായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങൾക്കിത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ഇടാം. ചിലപ്പോൾ ഞാൻ കാണുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് മറുപടി ഇടാറുണ്ട്. കാരണം കൂടുതൽ സംശയങ്ങൾ വരുമ്പോഴാണ് നിങ്ങളുടെ സംശയം മറുപടിയിലൂടെ കൂടുതൽ പരിഹരിക്കാൻ പറ്റുന്നത്. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.